റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പറ്റി പഠിക്കാം. നിലവിൽ വന്ന് വർഷവും തീയതി എന്താണ്? ഒക്ടോബർ 12, 2005 അത് നിലവിൽ വന്ന്. ഇത് വിചാരിക്കും ഇതെന്താണ്, ഇത് പ്രസിഡന്റ് ഒപ്പിട്ട വർഷമാണ്. ഇത് പ്രസിഡന്റ് ഒപ്പിട്ട ദിവസം അല്ല, പ്രസിഡന്റ് ഒപ്പിട്ടത് ജൂൺ 15 പ്രസിഡന്റ് ഒപ്പിട്ടത്. 2005 തന്നെ കേട്ടോ. ഇത് ഒറ്റയടിക്ക് നടപ്പിലാക്കുമല്ലായിരുന്നു, ഫേസ് ആയിട്ട് നടപ്പിലാക്കുമായിരുന്നു. ഫുൾ ഫേസായി വന്നപ്പം ഒക്ടോബർ 12, 2005. ഇനി ഒപ്പിട്ട പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഒപ്പിട്ട പ്രസിഡന്റ്. പ്രൈം മിനിസ്റ്ററോ അത് മൻമോഹൻ സിംഗും ആയിരുന്നു. ഫസ്റ്റ് UPR. RTA നിലവിൽ വന്ന ദിവസം വർഷം എന്നാണ് ചോദിച്ചാൽ എന്താണ്, ഇത് തന്നെ എഴുതിയാൽ മതി. ഒക്ടോബർ 12, 2005 തന്നെയാണ് എഴുതിയാൽ മതി. ഇത് RTA നിലവിൽ വരാൻ വളരെയധികം പ്രയത്നിച്ച ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരെന്താ? മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നാണ് അതിൻ്റെ പേര്. ഇത് രാജസ്ഥാൻ ബേസിലുള്ള ഒരു സംഘടനയാണ്. ആദ്യം സമരം തുടങ്ങിയത് എന്തിനു വേണ്ടിയാണ്? അത് മിനിമം വേജസിനും പിന്നെ ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെൻറ്റുമായിട്ട് രാജസ്ഥാൻ കോൺസെൻട്രേറ്റ് സമരം തുടങ്ങിയതാണ്. പിന്നെയാണ് അത് RTA എന്ന് പറയുന്ന ഈ ഒരു ആക്ടിലേക്ക് വഴിവെച്ചത്. ഇതുപോലെ തന്നെ രൂപീകൃതമായ വേറൊരു സെറ്റപ്പാണ് ലോകായുക്ത ലോക്പാൽ. പക്ഷേ സമരം ചെയ്ത ആരാണ്? അത് അന്ന ഹസാറയുടെ സമരത്തിന് ഫലമായിട്ട് 2014 ലോക്പാൽ യൂണിയൻ ലെവലിലും ലോകായുക്ത സ്റ്റേറ്റ് ലെവലിലും. അത് വേറെ സംഭവമാണ്, ഇതുമായിട്ട് കൂട്ടിക്കലർത്തണ്ട. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, കാര്യമാക്കണ്ട. ഇതിൻ്റെ ഉദ്ദേശം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിലവിൽ വന്നത്. വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുക, ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം കൊണ്ടുവന്ന സ്വീഡനാണ് കൊണ്ടുവന്നത്. ഇതേ RTA ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നും അറിയപ്പെടുന്ന ഒരു നിക് നെയിമും കൂടെ ഉണ്ട്. ഈ RTAക്ക്. RTA ആക്ടിനെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആക്ട് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അത് മുഴുവനായിട്ടൊന്നും നടപ്പാക്കില്ല അന്ന് കാലത്ത്. എന്നാൽ ഇപ്പോഴത്തെ വിവരാവകാശ നിയമത്തിന് എത്രയുണ്ട്? 2 ഷെഡ്യൂളുണ്ട്, 6 ചാപ്റ്ററുണ്ട്, അതുപോലെ 31 ആർട്ടിക്കിളും ഉണ്ട്. 2 ഷെഡ്യൂള്, 6 അധ്യായം, 31 വകുപ്പ്. ഈ സംഭവം ഇത് ഒരു PYQ. അത് പഠിച്ചു വെച്ചോളൂ. അപേക്ഷ നൽകേണ്ട എങ്ങനെയാണ്? അപേക്ഷ വിവരങ്ങൾ ലഭിക്കേണ്ട സ്ഥാപനത്തിൽ തന്നെ അപേക്ഷ നൽകാം. ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യന്. ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടാം. അതുപോലെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ PIO, അല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യത്തിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. എല്ലാ ഓഫീസിലും ഓരോരുത്തർ വെച്ച് കാണും. എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരാളുടെ പൊസിഷനിൽ തന്നെ ഈ ഒരു ഡ്യൂട്ടിയും കൂടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഇനി വെറും വെള്ളക്കടലാസിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാവും. ഏതൊക്കെ ഭാഷയിൽ ചെയ്യാൻ പറ്റും? ഹിന്ദി, ഇംഗ്ലീഷ് മാൻഡേറ്ററി അല്ല. ഹിന്ദി, ഇംഗ്ലീഷ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ അവിടുത്തെ പ്രാദേശിക ഭാഷ ഓക്കെയാണ്. ഇനി അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ് നിശ്ചയിച്ചേക്കുന്നത്. BPLകാർക്ക് അത് 10 രൂപയും വേണ്ട, ഫ്രീ ആണ്. ഇനി അപേക്ഷ നൽകുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് നേരിട്ടാണെങ്കിൽ 30 ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം. ഇനി അപേക്ഷ നൽകുന്ന അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണെങ്കിൽ 5 ദിവസം എക്സ്ട്രാ ഉണ്ട്. 35 ദിവസത്തിനകം മറുപടി നൽകിയാൽ മതിയാവും. ഇതിനകത്ത് അടുത്ത കണ്ടീഷൻ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന കാര്യങ്ങളാണ് 48 മണിക്കൂറിനകം വിവരം നൽകിയിരിക്കണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിലൊക്കെ വീഴ്ച പറഞ്ഞാൽ സംഭവിക്കുക. ഈ 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 30 ദിവസത്തിനകം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ വിവരം നൽകുന്നത് വരെ ഓരോ ദിവസവും 250 രൂപ പിഴ ചുമത്തിക്കൊണ്ടിരിക്കും. എന്നുവരെ എന്നല്ല, എത്ര രൂപ വരെ? 25,000 ആവുന്നവരെ. ഇവിടെ ഈ നിയമം മൂലം എക്സെപ്ഷൻ കൊടുത്തേക്കുന്ന, അതായത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത വിവരങ്ങൾ ഏതൊക്കെയാണ്? രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതിയുടെ പരിഗണനയിലുള്ളവ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്നത് തുടങ്ങിയ വിവരങ്ങളാണ്. അതുപോലെ പേഴ്സണൽ ഇൻഫർമേഷൻ. പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ RTA ഉപയോഗിച്ച് ചോദിച്ചാൽ ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത് ആ 3 കക്ഷിയോട് ചോദിക്കും, നമുക്ക് ഈ വിവരം തരുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് വിവരം തരുള്ളൂ.
പിന്നെ തരാൻ പറ്റാത്ത ഡേറ്റ എന്താ? കേന്ദ്ര സംസ്ഥാനങ്ങളിലെ പ്രധാന സേനകളെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ വിവരാവകാശ നിയമം പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതാണ്? സെക്ഷൻ 8ഉം സെക്ഷൻ 9ഉം ഉപയോഗിച്ചാണ് അങ്ങനെ റിവോക്ക് ചെയ്തേക്കുന്നത്. പാർട്ടിയുടെ ബേസിക് സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? വിവരാവകാശ കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനും കൂടെ പറഞ്ഞാൽ മതി. വിവരാവകാശ കമ്മീഷനെ കുറിച്ചും കൂടെ പറഞ്ഞാൽ നമുക്ക് നിർത്താം. വിവരാവകാശ കമ്മീഷൻ എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിനർത്ഥം കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ ഒരു ആർട്ടിക്കിളും പറയുന്നില്ല എൻ്റെ ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ച്. അതേസമയം എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ അതുപോലെയല്ല. അതുപോലെ UPSCക്ക് കറക്റ്റായിട്ട് ആർട്ടിക്കിളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അതൊക്കെ എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിൽ. അറിയപ്പെടുന്ന പേര് ആഗസ്റ്റ് ക്രാന്തി ഭവൻ എന്നാണ്. ഇനി കമ്മീഷൻ്റെ അംഗങ്ങൾ എന്താണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഒരാൾ കാണും. പിന്നെ 10ൽ കൂടാതെ കമ്മീഷൻ അംഗന്മാരും ഉണ്ടാവണമെന്നാണ് നിയമം. ഇനി ഇവരെ നിയമിക്കുന്ന ആരാണ്? ഇത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതിന് മുമ്പ് ഇവരെ ശുപാർശ ചെയ്യുന്നത് വേറൊരു കമ്മിറ്റിയാണ്. ശുപാർശ ചെയ്യുന്ന ആ കമ്മിറ്റിയിൽ ആരൊക്കെയാണ്? ഒന്ന് പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അതുപോലെ പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കിലുള്ള ഒരാളായിരിക്കണം, അയാളുണ്ട്. പിന്നെ അയാളെ കൂടാതെ ഒപ്പോസിഷൻ മിനിസ്റ്റർ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇവർ 3 പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റി ചേർന്ന് കുറേ പേരുടെ ലിസ്റ്റ് ആർക്കാണ്? പ്രസിഡൻറ്റിന് കൊടുക്കും. അത് പ്രസിഡൻ്റാണ്. എന്നിട്ട് അതിനകത്ത് 11 പേരെ സെലക്ട് ചെയ്യുന്നു. പറഞ്ഞത് 11 പേരാട്ടോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് ഒരാളെ ചീഫ് കമ്മീഷണറുമാക്കും, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുമാക്കും. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് പ്രസിഡന്റിന് മാത്രമാണ്. അതങ്ങനെ പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യാനും പറ്റില്ല. ടെർമിനേറ്റ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് കാരണം എന്താണെന്ന് ഉണ്ടാവണം. അതായത് ഒരു സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ കോടതിയിൽ തെളിയിച്ച ഒരു കാര്യത്തിന് മാത്രമേ ഇവരെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്താണ്? തെളിയിക്കപ്പെട്ട സ്ഥാനത്തിൻ്റെ ദുരുപയോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെളിയിച്ചാൽ മാത്രമേ ഇവരെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇവരുടെ കാലാവധി എത്രയാണ്? കാലാവധി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന കാലയളവ്. അല്ലാന്നുണ്ടെങ്കിൽ 65 വയസ്സാകുമ്പോൾ കമ്മീഷൻ അംഗങ്ങൾ പിരിഞ്ഞു പോകേണ്ടി വരും. ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരുന്നു. അത് വജാഹത്ത് ഹബീബുള്ള എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു. ഇനി ഫസ്റ്റ് വുമൺ ആരായിരുന്നു? അത് ദീപക് സിന്ധു ആയിരുന്നു. ദീപക് സിന്ധുവിന് ശേഷം വന്ന ആളുകാരാണ്. അത് സുഷമ സിംഗ് ആണ്. അത് രണ്ടാമത്തെ വുമൺ ഇൻഫർമേഷൻ കമ്മീഷണർ. ഇവിടെ ഒരു കാര്യം മറന്നുപോയെന്ന് പറഞ്ഞാൽ സെക്ഷൻ 8, 9 പറഞ്ഞപ്പം നമ്മൾ വിട്ടുപോയ സെക്ഷനാണ് ഇത്. സെക്ഷൻ 11. അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻ വരാം. സെക്ഷൻ 11 എന്തിനെ പറ്റി പറയുന്നത്? ഇത് തേർഡ് പാർട്ടിയെ പറ്റി പറയുന്ന. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മൂന്നാം കക്ഷി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു പേഴ്സണൽ ഇൻഫർമേഷൻ, ഒരാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, മൂന്നാമതൊരാളെക്കുറിച്ച് ഉള്ള പേഴ്സണൽ ഇൻഫർമേഷൻ ആരാഞ്ഞുകൊണ്ട് RTI ഫയൽ ചെയ്യുക. അതായത് കൊടുക്കുന്ന ആൾ ഫസ്റ്റ് പേഴ്സൺ, ഞാൻ. അത് വാങ്ങുന്ന ഇൻഫർമേഷൻ ഓഫീസർ രണ്ടാമത്തെ ആൾ. ഞാൻ ആരെക്കുറിച്ചാണോ ചോദിച്ചേക്കുന്നത് അയാൾ മൂന്നാമത്തെ ആൾ. മൂന്നാം കക്ഷിയെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് സെക്ഷൻ 11. ഇങ്ങനെയുള്ള കേസുകളിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിച്ചു എന്ന് പറഞ്ഞ് ആ ഇൻഫർമേഷൻ വെളിപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല എന്ന് കാണിച്ച് നോട്ടീസ് അയക്കും. ഏതായി? മൂന്നാം കക്ഷിക്ക്. ആ നോട്ടീസിൻ്റെ തീരുമാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? നമുക്ക് ആ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതാണ് തേർഡ് പാർട്ടിയുടെ സംഭവം. സിമ്പിളാണ്, ഒന്നുമില്ല. ഇങ്ങനെയുള്ള കേസിൽ എന്താണ്? നോട്ടീസ് അയക്കാനും അതിൻ്റെ മറുപടി ലഭിക്കാനുള്ള സമയം കൂടെ കൺസേൺസിൽ എടുത്തിട്ട് എത്രയാണ്? മൂന്നാം കക്ഷി ഉൾപ്പെടുന്ന ചോദ്യങ്ങൾക്ക് എത്രയാണ്? 45 ദിവസം പരിധി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പാർട്ടിയെ പറ്റി ആകെ നമ്മൾ ഫുള്ളൊന്ന് കവർ ചെയ്ത്. ഇതിന് മുകളിൽ ചോദ്യം വരില്ല എന്നൊന്നും പറയില്ല. ചിലപ്പോൾ ചോദ്യം ചോദിച്ചേക്കാം, ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചേക്കാം. എന്നാൽ നമ്മളെന്താണ് ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവം പറഞ്ഞു പോയി. പാർട്ടി
പദ്ധതിയെപ്പറ്റി ഇത്രയാകെ പറയാനുള്ളൂ.